ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു കുക്കിങ്ങും അതുപോലെ കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചായ കുടിച്ച 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരും മിക്കവാറും എല്ലാവരും ചായ കുടിക്കുന്നവരാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ ടൈമിൽ വന്നായിരിക്കും ചായ കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു ചായ ഗ്ലാസ് കഴുകാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അന്നേരം ചിലപ്പോൾ ചായ ഗ്ലാസ് കഴുകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴേക്കും ഈ ഒരു ചായയുടെ അഴുക്കല്ല, അതുപോലെ തേയിലക്കൊത്ത്, അതുപോലെ ചായയൊക്കെ ഈ ഒരു ഗ്ലാസ്സിലാണേലും അതുപോലെ തന്നെ കപ്പാണേലും ഇതുപോലെ പറ്റി പിടിച്ചിരിക്കും. നമുക്ക് പിന്നെ കഴുകി കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം ആ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതുപോലൊക്കെ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് ഈ ഒരു കപ്പാണേലും ഗ്ലാസ് ആണേലും ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ തേച്ച് കഴിയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോഴേക്കും അതിൽ പറ്റിയിരിക്കുന്നതെല്ലാം ഈ ഒരു വെള്ളത്തിലാവും. പിന്നെ നമുക്ക് സാധാരണ വാഷ് ചെയ്യുന്ന പോലെ ഒന്ന് കഴുകിയാൽ മതി. അപ്പോൾ ഈ ഒരു നിസ്സാരമെന്ന് പറയുന്നെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കുന്നത്. തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഏകദേശം ഒരു 250 ഗ്രാമോളം ഗ്രീൻ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്. നമ്മൾ ഇന്നിത് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങ അരയ്ക്കാതെയും ഗ്രീൻ പീസ് കറി വെക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ അരച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്കൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിന് ചേർക്കാനുള്ള ചേരുവകൾ നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ തിരുമിയതും അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം, പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കടുക് വറക്കുന്ന പോലത്തെ എണ്ണ ഒഴിച്ച് കരിവേപ്പില, 2 ചെറിയ ഉള്ളി, കുറച്ച് വറ്റൽമുളകും ഇട്ട് കടുക് വറക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു തുള്ളി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അന്നേരം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ഇന്ന് പ്രായഭേദമന്യേ
കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നര ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ പലതരത്തിലുള്ള ഡൈകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊരു നാച്ചുറലായിട്ടുള്ള ഡൈ അല്ല. നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റും അതുപോലെ തന്നെ അലർജിയും ഒക്കെ ഉണ്ടാവും, ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ അതുകൊണ്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നാച്ചുറൽ ഒരു ഹെയർ ഡൈ ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഫസ്റ്റിൽ 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് നല്ല കമ്പനിയുടെ ഏത് മൈലാഞ്ചിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കമ്പനിയുടെയാണ് മൈലാഞ്ചിപ്പൊടി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നര എത്രമാത്രം ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊതുവേ നമുക്ക് മൈലാഞ്ചി ഇപ്പം നമുക്ക് നരയില്ലെങ്കിൽ പോലും മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ഈ ഒരു ഹെന്ന അഥവാ മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഹെയറിന് തലമുടി തഴച്ച് വളരാനും താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും അകാല നര മാറാനും എല്ലാം വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാദാ വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായപ്പൊടി ഇട്ട് കുറച്ച് നല്ലപോലെ കുറുക്കിയ ചായ വെള്ളം, 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് 1/2 ഗ്ലാസ് ആവുന്നിടം വരെ 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഒരു എസൻസ് ഇറങ്ങുന്നിടം വരെ നിങ്ങൾക്കൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്ക് ഇതേപോലെ വെറും പച്ചവെള്ളം ആയാലും മതി. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ ചേർന്ന ഹെയർ ഡൈ തയ്യാറാക്കി കഴിയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഒരു 10, 15, 20 ദിവസമൊക്കെ നിൽക്കും. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും നമ്മുടെ ഹെൽത്തിനും ഒക്കെ വളരെ പ്രോബ്ലമാണ് അത് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുപോലെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ എന്താ ഞാനിവിടെ ഈ ഒരു മൈലാഞ്ചിപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളമായിപ്പോയി, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മുടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മൈലാഞ്ചിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് തലയിലിരിക്കത്തക്ക രീതിയിൽ ചെയ്യണം. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മുടി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഹെയറിലെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നരയുള്ള ഭാഗത്തും നരയില്ലാത്ത ഭാഗത്തും എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു മൈലാഞ്ചി ഇടുന്നതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, മുടിക്ക് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഇത് ഒരു 2 മണിക്കൂർ അല്ലെ ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിരുന്നതിന് ശേഷം ഒരു 1.5 മണിക്കൂർ മിനിമം എങ്കിലും പിന്നെ നിങ്ങളുടെ സമയത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാ പച്ചവെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഞാൻ എൻ്റെ ഹെയറിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു കളർ നമ്മുടെ കയ്യിലാവും. അപ്പം നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് നരച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിത് എല്ലാ മാസവും ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ്, മുടിയുടെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒരു 1.5-2 മണിക്കൂറെങ്കിലും മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ഹെയറിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുക. നരയുള്ളിടത്തും നരയില്ലാത്തിടത്തും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെന്ന പുരട്ടിയതിന് ശേഷം നിങ്ങളൊരു 1.5-2 മണിക്കൂർ ഇതുപോലൊക്കെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. മുടിയൊന്ന് നല്ലപോലെ ഒന്ന് കെട്ടിയൊന്ന് വെച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലെ എല്ലാ ഭാഗത്തും ഈ ഒരു ഹെന്ന ആവുന്നതായിരിക്കും. തന്നെ പുരട്ടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അധികം നരയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഫ്രണ്ടിലൊക്കെ ആണല്ലോ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെയാണ് കൂടുതലും മുടി ഫസ്റ്റിൽ നരച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഹെയറിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ കൈ കണ്ടില്ലേ, നല്ല റെഡ് കളറായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയറും അതുപോലെ റെഡ് കളർ അല്ലെ ബ്രൗൺ കളർ പോലൊക്കെ ആകും. ഈ ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴുകുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്കിനി വേണ്ടത് നീലിയമരിപ്പൊടിയാണ്. നീലിയമരിപ്പൊടി പക്ഷേ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള നീലിയമരിപ്പൊടി തന്നെ മേടിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പല ബ്രാൻഡഡ് ആയിട്ടുണ്ട്, പലതുണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. അപ്പം നല്ല കമ്പനിയുടെ ഏതാണെന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള നിങ്ങൾ മേടിക്കുക.
അപ്പം ഞാനിവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നീലയമരിപ്പൊടിയാണ്. നീലയമരിപ്പൊടിയിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളെ ഒന്ന് കാണിക്കാൻ. അപ്പം ഇനി ഇത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇപ്പം ഞാൻ ഹെന്ന ചെയ്ത് നിങ്ങളെ കാണിച്ചല്ലോ. ഈ ഒരു ഹെന്ന ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ശരിക്കും ഒരു ബ്രൗൺ കളറാണ് ആവുന്നത്. ആ ഒരു ബ്രൗൺ കളർ അധികം നരയില്ലാത്തവർക്കാണെങ്കിൽ ആ ഒരു ബ്രൗൺ കളർ തന്നെ ധാരാളം. നമ്മൾ പിന്നെ ഈ ഒരു നീലയമരിപ്പൊടി ചെയ്യണമെന്നില്ല. കുറച്ച് മുടിയൊക്കെ പിന്നെ നരച്ചിട്ടുള്ളൂ എങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല ആ മുടി നിങ്ങൾക്ക് നല്ല കട്ട കറുപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു നീലയമരിപ്പൊടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കളർ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു നീലയമരിപ്പൊടി എടുത്തതിന് ശേഷം ഒരു എല്ലാം ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിനകം തന്നെ നിങ്ങളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഒരുപാട് സമയം ഇത് വെച്ചേക്കരുത്. അപ്പോൾ 10 മിനിറ്റ് നമ്മളപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ ഹെന്ന ചെയ്ത് കാണിച്ചല്ലോ. അത് ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്യത്തുള്ളൂ. വാഷ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ വരും. ബ്രൗൺ കളർ വന്നു കഴിയുന്നുടനെ നമ്മൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിപ്പൊടി നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം അത് മുടിയിൽ നരയുള്ള ഭാഗങ്ങളിലും എല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 1.5 മണിക്കൂർ ഇല്ല 2 മണിക്കൂർ നിങ്ങൾ ഈ ഒരു നീലയമരിപ്പൊടി ചേർത്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയണം. സാധാ പച്ചവെള്ളത്തിലാണ് കഴുകിക്കളയേണ്ടത്. അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ടിട്ട് കഴുകാവുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു മൈലാഞ്ചിപ്പൊടി തേച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു നീലയമരിപ്പൊടിയും കൂടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുന്നതിന് നിങ്ങളുടെ മുടി നല്ല കട്ട കറുപ്പാവും. 100% റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ മുടി അത് എത്ര പ്രായമുള്ളവർക്കും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ നാളുകളായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്കിത് പരട്ടി കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തിൽ 2 പ്രാവശ്യം ഒരു 15 ദിവസമെങ്കിലും മിനിമം നിൽക്കുന്നതായിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾക്ക് മാസത്തിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല നാച്ചുറലായിട്ടുള്ള കട്ട കറുപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ഡേ അതുപോലെ ഒരു ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു കറി ഒരു ചെറിയ ടിപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.